മാറാകട്ടെ. ഇത്രയും ദൈവമക്കൾക്ക് ഈ ആലയത്തിൽ കൂടി വരുവാൻ ദൈവം നൽകിയ ഈ സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കും നിങ്ങളോടൊപ്പം ഇന്നായിരിക്കാൻ ദൈവം നൽകിയ ഈ സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച സഭയോടുള്ള നന്ദി പ്രാരംഭത്തിൽ തന്നെ കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. എൻ്റെ സ്ഥലം മാവേലിക്കരയാണ്. മാവേലിക്കരയ്ക്ക് കായംകുളത്തിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. ഓലകെട്ടി അമ്പലം എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ്. സഭ മാവേലിക്കര. മാവേലിക്കരയിലും പരിസരങ്ങളിലും കർത്താവിൻ്റെ വേലയിൽ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും സഭകളിലെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലും കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചു. പത്തനംതിട്ടയിലുള്ള ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശുശ്രൂഷയിലും നമ്മുടെ മധ്യത്തിലുള്ള പല ബൈബിൾ ട്രെയിനിങ് സ്ഥാപനങ്ങളിലും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതിനും ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ മുളന്തുരുത്തി ജംഗ്ഷനിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ ദൈവം എന്ന ഈ ശുശ്രൂഷയ്ക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ പഠിക്കുന്നതിന് പല രീതികൾ ഇന്ന് ക്രൈസ്തവ കോളത്തിൽ നിലവിലുണ്ട്. അങ്ങനെ പല രീതികളിൽ കൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ആ പഠന രീതികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലൊരു പഠന രീതിയാണ് വേദപുസ്തക ദൈവശാസ്ത്രം എന്ന് പറയുന്ന ബിബ്ലിക്കൽ തിയോളജി. അത് ദൈവവചനം പഠിക്കുന്ന ഒരു രീതിയാണ്. വേദപുസ്തകത്തിലെ ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ആ പുസ്തകങ്ങളിൽ നിന്നുകൊണ്ട് ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന രീതിയാണ് ബിബ്ലിക്കൽ തിയോളജി അല്ലെങ്കിൽ വേദപുസ്തക ദൈവശാസ്ത്രം. ഉദാഹരണത്തിന് പഴയ നിയമ പുസ്തകങ്ങൾ എടുത്ത് ആ പഴയ നിയമത്തിൽ നിന്ന് മാത്രം പഴയ നിയമം ദൈവത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു, ദൂതന്മാരെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു, ആ നിലയിലുള്ള ഒരു പഠന രീതിയാണ് വേദപുസ്തക ദൈവശാസ്ത്രം. പുതിയ നിയമം മാത്രമെടുത്ത് പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു എഴുത്തുകാരന്റെ പുസ്തകം മാത്രം എടുത്ത് വചനം പഠിക്കുന്ന ഒരു രീതി. ഉദാഹരണത്തിന് യോഹന്നാൻ എഴുതിയ പുസ്തകങ്ങൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ 1, 2, 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം, യോഹന്നാൻ സംസാരിച്ചിട്ടുള്ള സുവിശേഷങ്ങളിലെ വാക്കുകൾ, അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്കുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് യോഹന്നാനിൽ കൂടെ ദൈവം നൽകിയ വെളിപ്പാട്, അതിൻ്റെ ഉപദേശപരമായ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു പഠന രീതി ഇന്ന് ക്രൈസ്തവ കോളത്തിൽ നിലവിലുണ്ട്. ആ പഠന രീതിക്ക് നാം കൊടുക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ദൈവദാസന്മാർ കൊടുത്തിരിക്കുന്ന പേരാണ് ബിബ്ലിക്കൽ തിയോളജി അല്ലെങ്കിൽ വേദപുസ്തക ദൈവശാസ്ത്രം. മറ്റൊരു പഠന രീതിയാണ് ചരിത്രാധിഷ്ഠിത ദൈവശാസ്ത്രം. ചരിത്രത്തിന്റെ വീക്ഷണത്തിൽ ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഹിസ്റ്റോറിക്കൽ തിയോളജി, ചരിത്രാധിഷ്ഠിത ദൈവശാസ്ത്രം. ഒരു ഉപദേശം, ഉദാഹരണത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം, ആ ഉപദേശത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം 1-ാം നൂറ്റാണ്ടിൽ ആ ഉപദേശത്തിനെതിരെ, ക്രിസ്തുവിനെതിരെ ഉയർന്നു വന്ന ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ്, ആ ദുരുപദേശങ്ങൾക്ക് 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തലന്മാർ അല്ലെങ്കിൽ അന്ന് ദൈവസഭ കൊടുത്ത മറുപടി എന്താണ്, 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെതിരെ ഉയർന്നു വന്ന ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ്, അതിന് അന്നത്തെ ദൈവദാസന്മാർ, ദൈവസഭകൾ കൊടുത്ത മറുപടി എന്താണ്,
അങ്ങനെ 21-ാം നൂറ്റാണ്ട് വരെ പഠിച്ച് ഉപദേശം മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഹിസ്റ്റോറിക്കൽ തിയോളജി, അല്ലെങ്കിൽ ചരിത്രാധിഷ്ഠിത ദൈവശാസ്ത്രം. അങ്ങനെ നാം പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സഭയെക്കുറിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന്റെ ഗുണമെന്ന് പറയുന്നത്, ഇതുവരെ ആ ഉപദേശത്തിനെതിരെ വന്ന ദുരുപദേശങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ മറുപടി വചനത്തിൽ നിന്ന് എങ്ങനെ കൊടുക്കണമെന്നും നമുക്ക് അറിയാനായിട്ട് കഴിയും. അന്നേരം അങ്ങനെ ഒരു വീക്ഷണത്തിൽ നാം വചനം പഠിച്ചാൽ ആ ഉപദേശത്തെ സംബന്ധിച്ച് വരാൻ കഴിയുന്ന ന്യായമായ എല്ലാ ചോദ്യങ്ങളും എന്ന് പറയാൻ ഇതുവരെ ചരിത്രത്തിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതിന് കൊടുത്ത ഉത്തരവും അല്ലെങ്കിൽ കൊടുക്കേണ്ട ഉത്തരവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊരു പഠന രീതിയാണ് ഡോഗ്മാറ്റിക് തിയോളജി, ഉപദേശാധിഷ്ഠിത ദൈവശാസ്ത്രം. അതിന് സാമുദായിക ദൈവശാസ്ത്രം എന്നും പറയാറുണ്ട്. ആ രീതി എന്ന് പറയുന്നത് ഓരോ ഡിനോമിനേഷൻ നാം എടുത്ത്, അല്ലെങ്കിൽ ഓരോ സഭാവിഭാഗവും നാം എടുത്ത്, ആ സഭ ഓരോ ഉപദേശവും എങ്ങനെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് മർത്തോമാ സഭ, അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ, യാക്കോബ സഭ, ഓർത്തഡോക്സ് സഭ. ആ ഓരോ സഭയും ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ത്രിയേകത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സഭയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു രീതിയാണ്. ആ ഉപദേശം വചനപ്രകാരം ശരിയാണോ, ശരിയല്ലെങ്കിൽ ഏത് നിലയിൽ അത് ശരിയല്ല, അങ്ങനെ വചനം പഠിക്കുന്ന ഒരു രീതിയാണ്. അത് പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാർക്ക് വളരെ പ്രയോജനമുള്ള ഒരു പഠന രീതിയാണ്. ഉദാഹരണത്തിന് കത്തോലിക്കർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് പ്രവർത്തനത്തിന് പോകുന്ന ഒരു സുവിശേഷകൻ, അല്ലെങ്കിൽ ഒരു സഭയിലെ സഹോദരങ്ങൾക്ക് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഉപദേശം എന്താണ്, അതിലേതൊക്കെ ശരിയുണ്ട്, ഏതൊക്കെ തെറ്റുണ്ട്, ആ തെറ്റിനെ എങ്ങനെ ഖണ്ഡിക്കാനായിട്ട് കഴിയും, അത് നമ്മൾ പഠിച്ച് ഒരുങ്ങി പോവുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ന്യായമായ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. നാം കണ്ടത് ബിബ്ലിക്കൽ തിയോളജി, വേദപുസ്തക ദൈവശാസ്ത്രം; ഹിസ്റ്റോറിക്കൽ തിയോളജി, ചരിത്രാധിഷ്ഠിത ദൈവശാസ്ത്രം; ഡോഗ്മാറ്റിക് തിയോളജി, ഉപദേശാധിഷ്ഠിത അല്ലെങ്കിൽ സാമുദായിക ദൈവശാസ്ത്രം. മറ്റൊരു രീതിയാണ് ക്രമീകൃത ദൈവശാസ്ത്രം. അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ സിസ്റ്റമാറ്റിക് തിയോളജി. ആ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ക്രമം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ഉപദേശത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള പഠനം ഈ സഭയില് കഴിഞ്ഞ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു രീതിയുണ്ട് യുഗാധിഷ്ഠിത ദൈവശാസ്ത്രം. വേദപുസ്തകത്തിന്റെ ചരിത്രത്തെ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാലഗതിയെ വ്യത്യസ്ത യുഗങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ യുഗത്തിലും ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് വചനത്തിൽ നിന്ന് മനസ്സിലാക്കി ദൈവവചനം പഠിക്കുന്ന ഒരു രീതിയാണ് യുഗാധിഷ്ഠിത ദൈവശാസ്ത്രം, ഡിസ്പെൻസേഷണൽ തിയോളജി എന്ന് പറയും. അതിൽ നമ്മൾ ചിന്തിക്കുന്നത് അടിസ്ഥാന ഉപദേശങ്ങൾ, അത് ക്രമീകൃത ദൈവശാസ്ത്രത്തിന്റെ ഒരു പഠന രീതിയാണ്. അതിൽ സാധാരണഗതിയിൽ 10 ബ്രാഞ്ചസ് ആയിട്ട് നാം ഉപദേശങ്ങളെ തിരിച്ചുകൊണ്ട് വചനം പഠിക്കുന്ന ഒരു രീതിയാണ്. അതിൽ അടിസ്ഥാന ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ തിയോളജി പ്രോപ്പർ എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്. അടിസ്ഥാന ദൈവശാസ്ത്രം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് അതിൽ നടത്തുന്നത്. പിന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ശാസ്ത്രം, പുത്രനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠന രീതിയാണ്. പരിശുദ്ധാത്മശാസ്ത്രം, പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠന രീതിയാണ്.
പിന്നെ ദൂതന്മാരെ കുറിച്ചുള്ള പഠനം, മനുഷ്യനെ കുറിച്ചുള്ള പഠനം, പാപത്തെ കുറിച്ചുള്ള പഠനം, സഭയെ കുറിച്ചുള്ള പഠനം, രക്ഷയെ കുറിച്ചുള്ള പഠനം, ഭാവി കാലത്തെ കുറിച്ചുള്ള പഠനം, അങ്ങനെ വ്യത്യസ്ത ഉപദേശങ്ങൾ ക്രോഡീകരിച്ച് വചനത്തിൽ നിന്ന് മനസ്സിലാക്കി വചനം പഠിക്കുന്ന ഒരു പഠന രീതിയാണ്. പല ഉപദേശങ്ങളും ഇവിടെ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചു എന്ന് കേൾക്കുവാനായിട്ടിടയായി. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൂതശാസ്ത്രമാണ്, ഏഞ്ചലോളജി. ദൂതന്മാരെ കുറിച്ചുള്ള ഉപദേശമാണ്. ദൂതന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ചില വസ്തുതകൾ ഇന്നും നാളെയും ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏഞ്ചലോളജി, ഇംഗ്ലീഷിൽ ഏഞ്ചലോളജി എന്ന് പറയുന്ന പദം 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടുണ്ടായതാണ്. ആംഗലോസ്, ലോഗോസ്. ആംഗലോസ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ, ഗ്രീക്കിൽ ആംഗലോസ് എന്നുള്ള പദം ഇംഗ്ലീഷിൽ ഏഞ്ചൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിന്റെ മലയാളം ദൂതൻ. ലോഗോസ് നമുക്കറിയാം വചനം. അന്നേരം ഏഞ്ചലോളജി എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ കുറിച്ചുള്ള വചനം, ദൂതന്മാരെ കുറിച്ചുള്ള ഉപദേശം, ദൂതന്മാരെ കുറിച്ചുള്ള ശാസ്ത്രം. അന്നേരം അതിനൊരു നിർവചനം പറഞ്ഞാൽ ഏഞ്ചലോളജി is that branch of systematic theology that deals with the doctrine of the angels, both good and evil. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൂതന്മാരെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ക്രമീകൃത ദൈവശാസ്ത്രത്തിന്റെ ഭാഗമാണ്, ദൈവശാസ്ത്രത്തെയാണ് ദൂതശാസ്ത്രം അല്ലെങ്കിൽ ഏഞ്ചലോളജി എന്ന് പറയുന്നു. അന്നേരം ഈ ഉപദേശം നാം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ദൈവദൂതന്മാരെ കുറിച്ചുള്ള വിവരങ്ങളുടെ ഏക ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കണം നാം ദൂതന്മാരെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും അത് പ്രയോജനമുള്ളത് ആകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. All scripture is given by the inspiration of God. All scripture is God breathed. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നിശ്വസിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനം അവിടെ പൗലോസ് പറയുന്നത് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, അത് ഉപദേശത്തിന് പ്രയോജനമുള്ളതാണ്. ഉപദേശം പഠിക്കണമെങ്കിൽ, ഉപദേശപരമായ വസ്തുതകൾ ഗ്രഹിക്കണമെങ്കിൽ അതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിൽ നിന്നുകൊണ്ട് മാത്രം ഉപദേശപരമായ വസ്തുതകൾ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കണം. ഇനി രണ്ടാമത്, ദൂതന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ദൂതൻ അല്ലെങ്കിൽ ദൂതന്മാരെന്ന് പറയുന്നത് ത്രിയേകത്വത്തിലെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും അവർ വ്യത്യസ്തരാണ്. ഒരിക്കലും ദൂതന്മാരെ നമ്മൾ ദൈവത്തോട് സമമാക്കി ചിന്തിക്കുവാനായിട്ട് പാടില്ല. പിതാവിൽ നിന്നും, പിതാവായ ദൈവത്തിൽ നിന്നും, പുത്രനായ ദൈവത്തിൽ നിന്നും, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്നും വ്യത്യസ്തരാണ് ദൂതന്മാർ എന്നുള്ള വസ്തുത നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യമാണ്, ദൈവം സർവ ശക്തനാണ്, ദൈവ സർവ ജ്ഞാനിയാണ്, ദൈവ സർവ വ്യാപിയാണ്. അത് നാം വചനത്തിൽ നിന്ന് പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും പുത്രനായ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ
വാസ്തവമാണ്. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ആ ഗുണവിശേഷങ്ങൾ ഒരിക്കലും നമുക്ക് ദൂതന്മാരിലേക്ക് കണക്കിടാനായിട്ട് പാടില്ല. ഈ ദൂതന്മാരിൽ വീണുപോയ ദൂതനാണ് ലൂസിഫർ, പിശാച് അല്ലെങ്കിൽ സാത്താൻ. ആ സാത്താനോടൊപ്പം വീണുപോയ വലിയൊരു കൂട്ടം ദൂതന്മാരുണ്ട്. നല്ല ദൂതന്മാരാകട്ടെ, വീണുപോയ ദൂതന്മാരാകട്ടെ, അവരാരും തന്നെ ദൈവത്തെ പോലെ അല്ല എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. ഇനി വീണുപോയ ദൂതന്മാരിലെ നേതാവായ സാത്താൻ പോലും, ലൂസിഫർ പോലും, പിശാച് പോലും എന്തല്ല? സർവശക്തനല്ല, സർവവ്യാപിയല്ല, സർവജ്ഞാനിയല്ല. പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്ന പിശാച് സർവശക്തനാണ്, പിശാച് സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണെന്നാണ്. ഒരിക്കലും അല്ല. ഓർപ്പിക്കട്ടെ, ദൂതന്മാർക്ക് പിശാചിന് മനുഷ്യനേക്കാൾ ശക്തിയുണ്ട്. നമ്മേക്കാൾ ശക്തി ആർക്കുണ്ട്? ദൂതന്മാർക്കുണ്ട്. നമ്മേക്കാൾ ശക്തി പിശാചിനുണ്ട്, വീണുപോയ ദൂതന്മാർക്കുമുണ്ട്. പക്ഷേ അവരാരും സർവശക്തർ അല്ല. നമ്മേക്കാൾ അറിവ് ആർക്കുണ്ട്? നല്ല ദൂതന്മാർക്കുണ്ട്, ലൂസിഫറിനുണ്ട്, വീണുപോയ ദൂതന്മാർക്കുണ്ട്. പക്ഷെ അവർ സർവജ്ഞാനികളല്ല. നമ്മുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞ റിസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആണ്. നമ്മുടെ ചലനത്തിനൊരു പരിധിയുണ്ട്. എന്നാൽ ദൂതന്മാർക്ക്, പിശാചിന്, വീണുപോയ ദൂതന്മാർക്ക് നമ്മേക്കാൾ ചലന ശേഷിയുണ്ട്. പക്ഷേ ഞാൻ ഓർപ്പിക്കട്ടെ, അവരാരും തന്നെ സർവശക്തരല്ല, സർവജ്ഞാനികളല്ല, സർവവ്യാപികളല്ല. ആ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. അതുകൊണ്ട് നമുക്ക് പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പിശാചിന്റെ ദൂതന്മാരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആരുടെ മക്കളാണ്? നമ്മൾ ദൈവത്തിന്റെ മക്കളാ. യേശുവിനെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അവിടുന്ന് അധികാരം കൊടുത്ത് നാം ദൈവത്തിന്റെ മക്കളാ. സർവാധികാരിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിന്റെ മക്കളാണ് നാം എന്നുള്ള ചിന്ത നമ്മെ ധരിക്കുമ്പോൾ നമുക്കിതിനെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നാം ദൈവത്തിന്റെ മക്കൾ. എന്നേക്കാൾ ശക്തിയുണ്ട്, പക്ഷെ ദൈവത്തിന്റെ സർവാധികാരം അവർക്കില്ല, സർവജ്ഞാനത്വം അവർക്കില്ല, സർവവ്യാപകത്വം അവർക്ക് ഇല്ല. നമുക്കറിയാം, ദൈവം ഇപ്പോൾ ഇവിടെയുണ്ട്. എന്റെ ഭാര്യ മന്ന ഇപ്പൊ തിരുവനന്തപുരത്താ. മന്നയുടെ അടുക്കലും ആരുണ്ട്? ദൈവമുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലും മക്കള് ബാംഗ്ലൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മോടൊപ്പം ദൈവമുണ്ട്, മോളോടൊപ്പവും ദൈവമുണ്ട്. പക്ഷെ പിശാചിന് വൺ പർട്ടിക്കുലർ മൊമെന്റിൽ, ഒരു പ്രത്യേക നിമിഷത്തിൽ ഇവിടെയും തിരുവനന്തപുരത്തുമായിരിക്കാൻ കഴിയുകയില്ല, ഇവിടെയും ബാംഗ്ലൂരുമായിരിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ അവൻ ഇവിടെ, ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഒന്നുകിൽ അവൻ ഇവിടെ, അല്ലെങ്കിൽ അവൻ. പക്ഷെ പിശാചിന് അടുത്ത സെക്കൻഡിൽ
അടുത്ത സെക്കൻഡിൽ വേണമെങ്കിൽ അമേരിക്കയിൽ ആയിരിക്കാനായിട്ട് കഴിയും. പക്ഷെ ആ വൺ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ, ഒരു പ്രത്യേക ആ നിമിഷത്തിൽ പിശാചിന് ഒരു സ്ഥലത്തായിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ദൈവം സർവവ്യാപിയായതുകൊണ്ട് ദൈവത്തിന് ഇവിടെയും അവിടെയും എവിടെയും ആയിരിക്കാൻ കഴിയുമെന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അന്നേരം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവ ദൂതന്മാരെ കുറിച്ചുള്ള രേഖ അല്ലെങ്കിൽ ആ പഠനം, ഉപദേശം എപ്പോഴും ബൈബിളിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. 2, ഈ ദൂതന്മാർ അവർ ദൈവത്തിൽ നിന്ന്, ത്രിയേക ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന്, പുത്രനിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യത്യസ്തരാണ്. മാത്രമല്ല അവർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഒരിക്കലും ഒരു സൃഷ്ടാവിന്റെ പദവിയിലേക്ക് ദൂതന്മാർ ഉയരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ. മൂന്നാമത് ഞാൻ പ്രാഥമികമായിട്ട് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ദൂതന്മാരെ, അത് നല്ല ദൂതനാണെങ്കിലും കെട്ട ദൂതനാണെങ്കിലും ആരാധിക്കാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നു. ദൂതന്മാരോട് പ്രാർത്ഥിക്കാനോ വണങ്ങാനോ പാടില്ല. കൊലോസ്യ ലേഖനം 2:18 വാക്യം, കൊലോഷ്യൻസ് 2:18, അവിടെ നമ്മൾ വായിക്കുന്നത്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത്. വിശ്വാസികളെ തെറ്റിക്കുന്നവരുടെ, വിശ്വാസികളുടെ വിരുദ് തെറ്റിക്കുന്നവരുടെ ഗുണവിശേഷങ്ങൾ പറയുമ്പോൾ പറയുകയാണ്, അവർ ദൂതന്മാരെ ആരാധിക്കുന്നവരാ. ദൈവമക്കൾ ദൂതന്മാരെ ആരാധിക്കാനായിട്ട് പാടില്ല. നാം ആരാധിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നല്ല ദൂതനെയാണെങ്കിലും കെട്ട ദൂതനെ. എൻ്റെ പപ്പായുടെ കുടുംബം എടത്തുവായിലാണ്. എടത്തുവ കത്തോലിക്ക സഭയുടെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളി, എടത്തുവ പള്ളി കത്തോലിക്കരുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ്. എടത്തുവ സെന്റ് ജോർജ് ഫെറോന ചർച്ച് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് എൻ്റെ പിതാവ് ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നീട് അദ്ദേഹം ജോലിയോടുള്ള ബന്ധത്തിൽ ഭോപ്പാലിൽ പോയപ്പോഴാണ് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട്, അന്ന് മർത്തോമാ സഭയുടെ ശുശ്രൂഷയുടെ ഫലമായി രക്ഷിക്കപ്പെട്ട് മർത്തോമാ സഭയിൽ വന്ന് പിന്നീട് എൻ്റെ മാതാവിനെ വിവാഹം കഴിച്ചു. എൻ്റെ പപ്പായുടെ വീട്ടുകാരിൽ എല്ലാവരും, എൻ്റെ ഒരു കസിൻ മാത്രം രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും മാത്രം ഒരു വേർപെട്ട കൂട്ടം എന്ന് പറയാനായിട്ട് കഴിയും. ബാക്കി എല്ലാവരും ഇപ്പോഴും കത്തോലിക്ക സഭയിലാണ്. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ മിക്കവാറും എല്ലാ വർഷവും എടത്തുവ പള്ളി പെരുന്നാൾ മെയ് 6-7 ദിവസങ്ങളിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് വലിയൊരു കൂട്ടം ജനമാണ് ഈ സെന്റ് ജോർജിനെ കാണാൻ, പുണ്യവാളനെ കാണാൻ വരുന്നു. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വലിയ സൗഖ്യമൊക്കെ കിട്ടുമെന്ന് അവര് ചിന്തിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നു ഉണ്ട്. മലയാറ്റൂരും പിന്നെ എടത്തുവ പള്ളിയിലും പുതുപ്പള്ളിയിലും വേളാങ്കണ്ണിയിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും നമുക്കറിയാം ജാതി മതഭേദമന്യേ ആൾക്കാര് പോകുന്നുണ്ട്. ഇന്ത്യക്കകത്ത്, ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിനകത്ത്, ഇനി ഞാൻ പറയാത്ത പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, ആൾക്കാര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നും ഉണ്ട്. അവരൊക്കെ, ഞാൻ പറയട്ടെ, ദൈവം പ്രവർത്തിക്കുന്നത് പോലെ അല്ലെങ്കിലും ഒരു പരിധി വരെ പ്രവർത്തിക്കാൻ ഇന്ന് പിശാചിനും
കഴിയുന്നു. ഇവരൊക്കെ പോകുന്നത് കാര്യസാധ്യങ്ങൾ കാര്യങ്ങൾ സാധിക്കുന്നത് കൊണ്ടാണ്. ചുമ്മാതെ പോകുകയല്ല, ചുമ്മാതെ പോയി നേർച്ചയിടുകയല്ല. അവർ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവത്തിന്റെ പ്രവർത്തനത്താലല്ല, പിശാചിന്റെ പ്രവർത്തനത്താലാണ് എന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് എന്നാ വെള്ളസിംഹാസനത്തിലിരുന്ന് രക്ഷിക്കപ്പെടാത്ത സകലരെയും യേശുക്രിസ്തു ന്യായം വിധിക്കുമ്പോൾ, അന്ന് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ തന്റെ മുമ്പാകെ വന്ന് നിൽക്കുന്ന ചിലരൊക്കെ പറയുന്ന വാക്കുകൾ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായം മത്തായി 7:22-23. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ആരുടെ പേരില്ല? യേശുവിന്റെ നാമം. യേശുവിന്റെ നാമമല്ല, എപ്പോഴും കേൾക്കുന്നത് യേശുവിന്റെ നാമം. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ട്. അടയാളങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഇവര് പറയുന്നത്, ഇവര് വാസ്തവം പറയുന്നത്, കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? കർത്താവിന്റെ മറുപടി എന്താ? 23-ാം വാക്യം, ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല പറഞ്ഞത്, ഇപ്പൊ നിങ്ങളെ അറിയുന്നില്ലെന്നല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഒരു യേശുവിന്റെ പേരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ ആരുടെ പേരിലല്ലായിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലായിരുന്നു. പറഞ്ഞ രക്ഷിക്കപ്പെടാത്തവരായി ജീവിച്ചുകൊണ്ട് യേശുവിന്റെ പേരിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് പറയുക, ഞാൻ അറിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തിക്കിത്തിരക്കുന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു സ്ത്രീ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ തൊട്ടതാർ. സർവജ്ഞാനിയായ കർത്താവിനറിയാം ആരൊക്കെ തന്നെ തൊട്ടിട്ടുണ്ട്, ആരൊക്കെ തന്റെ പേരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ആരൊക്കെ തന്റെ പേരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ആ വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പലതും എന്തല്ല, ദൈവാത്മാവിന്റെ, കർത്താവിന്റെ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ല. ചിലതൊക്കെ വ്യാജമാണ്. ഞാനൊരു അത്ഭുത രോഗശാന്തി വീരൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, മുളന്തുരുത്തി സഭയിൽ മീറ്റിംഗ് നടക്കാൻ ക്രമീകരണം ചെയ്യുമ്പോൾ എന്റെ പുറകെ KPSCയുടെ നാടക വണ്ടി കായംകുളത്തുനിന്ന് വരുന്ന പോലെ മറ്റൊരു വണ്ടി വരും. അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇരുത്തും. യേശുവിന്റെ നാമത്തിൽ 2 യോഹന്നാൻ സൗഖ്യമെന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന യോഹന്നാൻ എഴുന്നേറ്റ് വരും. തങ്കമ്മ അല്ലെങ്കിൽ ലൈജ എന്ന് പറയുമ്പോൾ അവിടുന്ന് ലൈജ എഴുന്നേറ്റ് വരും, സാക്ഷ്യം പറയും. അങ്ങനെ അത്ഭുതവും അടയാളവും അവകാശപ്പെടുന്ന വീരന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. കോട്ടയത്തൊക്കെ ചെന്നാലുണ്ട്, പലരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു രീതി എന്താ? ആൾക്കാർ വന്നിരുന്നിട്ട്, അച്ഛൻ്റെ പേരെന്താ, അച്ഛൻ എവിടുന്ന് വരുന്നു, അച്ഛന് രോഗം തന്നെയുണ്ടോ, അമ്മമ്മയുടെ പേരെന്താ, നമ്മുടെ അടുത്തിരുന്ന എല്ലാ വിവരവും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ വിവരം പ്രസംഗകരായ എനിക്ക് തരും. രോഗശാന്തി ശുശ്രൂഷ നടത്തുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വന്ന തങ്കമ്മ, വയറിന് വേദനയുണ്ട്, മുട്ടിന് വേദനയുണ്ട്, എക്സാക്ട് രോഗം പറയും.
അമ്മാമ ഞെട്ടിപ്പോകും. എന്റെ ലോകവിവരം, എന്റെ പേര്, എന്റെ സ്ഥലം, എന്റെ മനസ്സിലെ പ്രയാസം ചേട്ടാ ദൈവദാസൻ ഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഈ പെന്തക്കോസ്തുകാരുടെ മധ്യത്തിൽ നടക്കുന്ന ഈ രീതികളൊക്കെ ചേർത്തൊരു സിനിമ ആയിട്ട് എനിക്കൊന്ന് കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയായിരുന്നു. ആ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതേ തട്ടിപ്പ് അതേ നിലയിൽ ചിത്രീകരിച്ച് ഒരു സിനിമയായിട്ട് ഇറക്കിയെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു വകുപ്പാണ് എന്താ, ഭൂതങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, പിശാചിനെ ആശ്രയിച്ചുകൊണ്ട്, പിശാചിന്റെ സഹായത്തോടെ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളം. ദൈവം നമ്മെ സഹായിക്കും. ഒരു പരിധിവരെ ഞാൻ പറഞ്ഞു വന്നു, ഒരു പരിധിവരെ ഇവയ്ക്കൊക്കെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് പോയത് എടത്തുവാപ്പള്ളി പെരുന്നാളിന് പോയപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരമ്മച്ചി പള്ളി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ സെന്റ് ജോർജ് ഒരു കുന്തം കൊണ്ട് ഒരു പാമ്പ് പോലെ ഒരു ജീവിയെ കുത്തുന്ന ഒരു പടമാണ്. ഈ അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചി നേരെ നോക്കി പ്രാർത്ഥിച്ചത് ആരുടെ നേരെയാണ്? ആ സെന്റ് ജോർജ് കുത്തിക്കൊല്ലുന്ന ജീവിയെ നോക്കി അമ്മച്ചി പ്രാർത്ഥിച്ചു. എന്നാൽ ആരാണ്ട് പറഞ്ഞു, അമ്മച്ചി അതിനെ നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അത് മേലോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം അമ്മച്ചി പറഞ്ഞു, ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കറിയാം? ഇനി സ്വർഗത്തിലേക്കല്ല, ഇനി നരകത്തിലേക്കാണെങ്കിൽ ഈ പ്രാർത്ഥനയും ഫലം ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയെ കുറിച്ച് ഏതോ പ്രസംഗത്തിൽ ഏതോ ദൈവദാസൻ പറഞ്ഞു, ഞാൻ നമ്മുടെ ഇടയിലെ ദൈവദാസന്മാരാരോ പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ കേട്ടിട്ടുണ്ട്. അത് എടത്തുവാപ്പള്ളിയുടെ കാര്യമായതുകൊണ്ട്, എൻ്റെ സ്ഥലത്തെ ഒരു പള്ളിയുടെ കാര്യമായതുകൊണ്ട് എപ്പോഴും ഞാനത് ഓർത്തിരിക്കാറുണ്ട്. പറയട്ടെ, ദൂതന്മാർ സർവശക്തരല്ല, പക്ഷെ അവർക്ക് ദൈവത്തിന്റെ അത്രയും ശക്തിയില്ലെങ്കിലും നമ്മളെക്കാൾ ആ ശക്തരാണ്. അത് നല്ല ദൂതന്മാരാണെങ്കിലും കെട്ട ദൂതന്മാരാണെങ്കിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവരെ എപ്പോഴും ദൂതന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ട വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ ദൈവത്തിന് തുല്യരല്ല, ദൈവത്തിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അങ്ങനെയുള്ള ദൂതന്മാരെ വണങ്ങാൻ, ആരാധിക്കാൻ പാടില്ല എന്നുള്ളത് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ദൂതന്മാരുടെ ഉത്ഭവം. ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൂതന്മാർ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. പുരുഷനിൽ നിന്ന് സ്ത്രീയെ ദൈവമുണ്ടാക്കിയ കാര്യം നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. അവർക്ക് മക്കളുണ്ടായ കാര്യം നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. അന്നേരം മനുഷ്യന്റെ ചരിത്രം ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിചയമുള്ളവരാണ് നാം. അതുപോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൂതന്മാർ എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, പുത്രനായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലത്തിന്റെ സൃഷ്ടാവ് ദൈവമാണ്, പുത്രനായ ദൈവമാണ്. നമ്മൾ യോഹന്നാന്റെ ആ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 1-ാം അധ്യായം. അവിടെയും നമ്മൾ വായിക്കുന്ന എന്താ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത്. എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ
ആ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സൃഷ്ടിച്ചത് ആരാ? കർത്താവായ യേശുക്രിസ്തുവാണ്, പുത്രനായ ദൈവമാണ്. അന്നേരം ദൂതന്മാരെ സൃഷ്ടിച്ചതും കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്, എന്നാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത്? ലോകത്തെയും മനുഷ്യനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കി, ഇയ്യോബിന്റെ പുസ്തകം 38:4 മുതലുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 38:4 മുതൽ അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽപിടിച്ചവനാർ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? യോബിന്റെ പുസ്തകത്തിൽ ചോദിക്കുകയാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം, ആ ദൈവപുത്രന്മാരെന്ന് പറയുന്നത് ദൂതന്മാരെ കുറിച്ചുള്ള പരാമർശമാണ്, ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആരുണ്ട്? ദൂതന്മാർ ഉണ്ട്. അതിനു മുമ്പാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത് എന്ന ഇയ്യോബ് 38-4 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരെല്ലാവരും വിശുദ്ധരായിരുന്നു. എന്നാൽ പിന്നീട് അത് ചിലര് വീണുപോകാനായിട്ടിടയായി എന്നുള്ളത് നമുക്ക് യൂദായുടെ ലേഖനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. യൂദാ എഴുതിയ ലേഖനം നോക്കി, അതിന്റെ 6-ാമത്തെ വാക്യം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം സ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ. ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. നമ്മൾ ദൈവം സൃഷ്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നാം ഏത് പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാലും 3 ആളത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. എപ്പോൾ സൃഷ്ടിച്ചു? ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാർ എല്ലാവരും വിശുദ്ധന്മാരായിരുന്നു. എന്നാൽ പിന്നീട് പാപം ദൂതന്മാരിൽ പ്രവേശിച്ചു. ഒരു കൂട്ടം ദൂതന്മാർ പാപികളായിട്ട് തീരുവാൻ ഇടയായിട്ട് തീർന്നു. അതിനെക്കുറിച്ച് ദൈവം അന്വേഷിച്ച് നമുക്ക് നാളെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഓക്കെ, അടുത്തതായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദൂതന്മാരുടെ സ്വഭാവ വിശേഷതകളാണ്. അത് ഒന്നാമത്, അതിൽ ദൂതന്മാർ ആത്മീയ ജീവികളാണ്, അല്ലെങ്കിൽ ദൂതന്മാർ ആത്മാക്കളാണ്. ദേ ആർ സ്പിരിറ്റ് ബീയിങ്. ദൂതന്മാർ ആത്മീയ ജീവികളാണെന്ന് പറയുമ്പോൾ നമുക്കുള്ളതുപോലെ ഒരു ശരീരം ദൂതന്മാർക്ക് ഇല്ല. എബ്രായ ലേഖനം 1:13-14 വാക്യങ്ങൾ, ഹീബ്രൂസ് 1:13-14. അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനെന്നാണ്. ആ ശ്രേഷ്ഠത വ്യക്തമാക്കാനായിട്ട് പല തെളിവുകൾ പറയുമ്പോൾ ആ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു തെളിവാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും പിതാവായ ദൈവം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞ ആരോടാ? പുത്രനായ ദൈവത്തോട്
മാത്രമാണ്. എന്നിട്ട് പറയുകയാണ്, ദൂതന്മാർ അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ? ദൂതന്മാർ ആത്മീയ ജീവികളാണ്. അവയ്ക്ക് സ്വന്തമായ ശരീരം ഇല്ല. ഓക്കെ. അപ്പോൾ തന്നെ ആവശ്യമുള്ളപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ശരീരം സ്വീകരിക്കാനായിട്ട് കഴിയുമെന്നും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. നോക്കിയ ഉൽപ്പത്തി പുസ്തകം, ദൂതന്മാർക്ക് ആവശ്യാനുസരണം മനുഷ്യരൂപമെടുത്ത് മനുഷ്യരൂപത്തിൽ വരാനായിട്ട് കഴിയുമെന്നും വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, ഇവിടെ നമ്മൾ വായിക്കുന്ന 1-ാം വാക്യം, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. 5-ന്റെ അവസാനം. വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? യഹോവ അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ആര് പ്രത്യക്ഷനായെന്നാ പറയുന്നത്? യഹോവ പ്രത്യക്ഷനായി. എന്നിട്ട് പറയാണ്, അബ്രഹാം ആരെ കണ്ടു? 3 പുരുഷന്മാരെ കണ്ടു. അവരവിടെ നിന്ന് ഭക്ഷിച്ചു. 16-ാം വാക്യം, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, അവര് തിരികെ പോകാനായിട്ട് തുടങ്ങി. പുരുഷന്മാർ സോദോം വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ വായിക്കുന്നത്, യഹോവ അബ്രഹാമിനോട് സംസാരിക്കുന്ന സംസാരമാണ്. തുറന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന അവിടെ അബ്രഹാം ആ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്തു നമുക്ക് കാണാനായിട്ട്. ഇനി നോക്കിയേ 19-ന്റെ 1, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. അബ്രഹാമിനെ കാണാൻ വന്നപ്പോ എത്ര പേരുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഒരാള് അബ്രഹാമിനോട് സംസാരിച്ച ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമാണ്, യഹോവ. അതിൽ ഒരാള് യഹോവയായ ദൈവമായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പം മറ്റ് 2 പേർ എവിടെ പോയി? സോദോമിൽ പോയി. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 3 പുരുഷന്മാർ, അതിലൊന്ന് യഹോവയായ ദൈവമായിരുന്നു. മറ്റ് 2 പേർ 2 ദൂതന്മാർ ആയിരുന്നു. അവര് സോദോമിൽ ചെന്ന ലോത്തിനോട് ഇടപെടുക. നമ്മളെ ലോത്തിനെ കുറിച്ച് പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ടോ? വലഞ്ഞുപോയ നീതിമാൻ. അല്ലെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദൈവസഭയിൽ 3 തരത്തിലുള്ള ആൾക്കാർ: പ്രാകൃതൻ, ജഡീകൻ, ആത്മീയൻ. ഉണ്ടോ? കൊരിന്ത്യ സഭയെ നോക്കിക്കൊണ്ട് കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പൗലോസ് 2-ാം അധ്യായത്തിൽ പറയുക, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാണ്. 3-ന്റെ 1, സഹോദരന്മാരെ, നിങ്ങളോടെനിക്ക് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡീയന്മാരോടെന്ന പോലെ എത്ര ഇടപെടുവാൻ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. 2-ന്റെ 15 നമ്മൾ വായിക്കുന്നു, എന്താ? ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതും ഇല്ല. ഈ ലോകത്തിലെ മനുഷ്യര്
പൗലോസ് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ സമം രക്ഷിക്കപ്പെടാത്തവൻ, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാത്തവൻ, രക്ഷിക്കപ്പെടാത്തവൻ. ജഡീയനോ കുറുവരോട് പറയുക, നിങ്ങൾ ആരല്ല? ആത്മീയന്മാരല്ല, പിന്നെ ജഡീയന്മാർ. അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നത് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ 6:19 എന്താ പറയുന്നത്? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ഈ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളിൽ ആര് വസിക്കുന്നു? പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചവരാ. പരിശുദ്ധാത്മ സഹായത്തോടെ യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറഞ്ഞവരാ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവരാ. പക്ഷേ അവർ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തവർ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത ജഡീയ വിശ്വാസം. മൂന്നാമത്തെ ഗ്രൂപ്പോ ആത്മീയൻ. പൗലോസ് എന്താ പറയുന്നത്? ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ സകലവും വിവേചിച്ച്, നന്മ തിന്മകളെ വിവേചിച്ച്, തിന്മകൾ തള്ളിക്കളഞ്ഞ് ആ നന്മ സ്വീകരിച്ച് നന്മ മനസ്സിലാക്കി ജീവിക്കുന്ന വിശ്വാസിയാണ് ആത്മീയൻ. ഞാൻ പറഞ്ഞല്ലോ, പ്രാകൃതൻ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കാത്തവനാണ്, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവനാണ്. ജഡീയൻ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവനാണ്, എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തവനാണ്. അപ്പോൾ ആത്മീയനോ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം നയിക്കുന്നവൻ. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 18ഉം 19ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് 2 കൂട്ടം ആൾക്കാരെ കാണാനായിട്ട് കഴിയും. ആരൊക്കെയാ? ആത്മീയനും ജഡീയനും. അബ്രഹാം ആത്മീയനും, ലോത്ത് ജഡീയനാണ്, വലഞ്ഞുപോയ നീതിമാൻ. ആ വാക്യം പത്രോസിന്റെ ലേഖനത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ലോത്തിനെ നീതിമാനെന്ന് വിളിക്കുമായിരുന്നു. പത്രോസ് വലഞ്ഞുപോയ നീതിമാനെന്ന് ലോത്തിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ലോത്തിനെ നീതിമാനെന്ന് വിളിക്കുമായിരുന്നു? ഇല്ല. ലോത്ത് ആരുടെ ചിത്രമാ? ജഡീയനായ വിശ്വാസിയുടെ ചിത്രമാ. ജഡീയനെ കാണാൻ എത്ര പേര് പോയി? 2 പേര്. ആരാ പോയി? 2 ദൂതൻ. ആത്മീയനെ കാണാനോ 2 ദൂതന്മാരുടെ കൂട്ടത്തിൽ ആരും കൂടെ പോയി? യഹോവയായ ദൈവം കൂടെ ആരും കൂടെ പോയി? കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ പോയോ? കർത്താവായ യേശു പുത്രനായ ദൈവം തമ്പുരാൻ തന്നെ പോയോ? നമ്മൾ വേദത്തിൽ എന്താ വായിക്കുന്നത്? യോഹന്നാൻ 1:18 എന്താ പറയുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വചനം പറയുക, ദൈവത്തെ, അവിടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാ? പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ വെളിപ്പെടുത്തിയത് ആരെന്നാ പറഞ്ഞിരിക്കുന്നത്? പുത്രനായ ദൈവം, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാ. പഴയ നിയമത്തിൽ എവിടെയൊക്കെ ആരൊക്കെ ദൈവത്തെ കണ്ടെന്ന്, ദൈവത്തോട് സംസാരിച്ചെന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആരെ കണ്ടെന്നാ? കർത്താവായ യേശുക്രിസ്തുവിനെ, പുത്രനായ ദൈവത്തെ കണ്ടെന്ന. ആത്മീയനെ കാണാൻ ആര് പോയി? ദൈവം താൻ തന്നെ പോയപ്പോൾ. ജഡീയനെ കാണാൻ 2 ദൂതന്മാരെ അയച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൂതന്മാർ സേവകാത്മാക്കളാണ്, നമ്മെ സേവിക്കുന്നവരാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മെ സേവിക്കാനായിട്ട് ആര് തന്നെ ഇടപെടും? ദൈവം താൻ തന്നെ ഇടപെടും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ചിത്രമാണ് നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും ആ വചനം വ്യക്തമാക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൂതന്മാർ ആത്മീയ ജീവികളാണ്. അവയ്ക്ക് ശരീരം ഇല്ല, എന്നാൽ ആവശ്യാനുസരണം അവർക്ക് ശരീരം സ്വീകരിച്ച് മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒന്ന് നമ്മൾ ദൂതന്മാരെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്. ഒന്ന് നമ്മിലേക്കൊന്ന് നോക്കാം. ഞാൻ ആരാ? പ്രാകൃതനാണോ? ജഡീയനാണോ? ആത്മീയൻ. പ്രാകൃതൻ സമം രക്ഷിക്കപ്പെടാത്തവൻ, ആത്മാവില്ലാത്തവൻ. ജഡീയൻ സമം ആത്മാവിനാൽ വീണ്ടും ജനിച്ചവൻ, പക്ഷേ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തവൻ. ആത്മീയൻ സമം ആത്മാവിനെ അനുസരിച്ച് ആത്മനിറവിൽ നിയന്ത്രണത്തിൽ ജീവിക്കും. അങ്ങനെയുള്ള ജീവിതം. നോക്കിയ പൗലോസ് ആ കൊരിന്ത്യർ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ അധ്യായം എടുത്ത് 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം അവസാനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അതിനുള്ള ഉപദേശമൊക്കെ നൽകി താൻ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ഞാൻ ആരാ? പ്രാകൃതനോ ജഡീയനോ ആത്മീയ? ഞാൻ തന്നെ സുവിശേഷം പറഞ്ഞ 2 പാസ്റ്റർമാർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ വീട്ടില് ഞാൻ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ വീട്ടിലിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി വരുമ്പോൾ ഒരു കൂട്ടായ്മ കൊടുക്കുന്നുണ്ട്, എല്ലാ മാസവും വരും. ആദ്യം കണ്ട സമയത്ത് ഞാൻ സ്ഥലമൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അല്പം അടുത്താണ്. സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട എനിക്ക് ബ്രദർ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അത് ഞാൻ സ്നാനപ്പെട്ടത്. ഞാൻ പറഞ്ഞു, ബ്രദർ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? അത് ഞാൻ സ്നാനപ്പെട്ടു. സംസാരിച്ചപ്പോൾ രക്ഷ എന്തെന്ന്, രക്ഷിക്കപ്പെടുന്നത് എന്തെന്ന് ആ പാസ്റ്റർക്ക് അറിയത്തില്ല. പിന്നെ ഞാനൊരു മണിക്കൂർ ഇരുന്ന് വചനം പറഞ്ഞ് വീട്ടിലിരുന്ന് ആ സഹോദരൻ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അന്ന് സ്വീകരിച്ചു. ഞാനും അമ്മച്ചിയും മാത്രമേ കണ്ടുള്ളൂ. പിന്നീട് ഞങ്ങളുടെ മാവേലിക്കര സഭയുടെ ഒരു കോട്ടേജ് മീറ്റിംഗ്, അത് നമ്മുടെ ചില സഹോദരന്മാർ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഫലമായിട്ട് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്ന സഹോദരന്മാർക്ക് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ യോഗത്തിൽ ആ ഒരു വീട്ടിൽ വെച്ച് ആ ക്ലാസ് എടുത്ത് ആ വീട്ടിലെ ആന്റിയുടെ ചേട്ടത്തിയുടെ മോൻ ഒരു പാസ്റ്ററാണ്. ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന MDU പഠിക്കുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു പാസ്റ്ററാണ്, ചെറുപ്പക്കാരനാണ്. കത്തോലിക്ക സഭയിൽ നിന്ന് മുമ്പോട്ട് വന്നാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ ബ്രദറെ രക്ഷിക്കപ്പെട്ടത്? അത് ഞാൻ സ്നാനപ്പെട്ടു. വീണ്ടും ഞാൻ ചോദിച്ചു, ബ്രദർ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? അത് ഞാൻ സ്നാനപ്പെട്ടു. അത്രയും സഹോദരന്മാർ ആ മീറ്റിങ്ങിന് വന്ന നമ്മുടെ സഹോദരന്മാരുടെ മുമ്പിലിരുന്ന് ഈ പാസ്റ്ററോട് സുവിശേഷം പറഞ്ഞ് ഈ സഹോദരൻ പരസ്യമായിട്ട് അവരുടെ മുമ്പാകെ ഈ പാസ്റ്റർ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായിട്ട് പോയി. അത് നമ്മൾ വിചാരിക്കുന്നത് പെന്തിക്കോസ്തുകാരൊക്കെ ഉള്ളായിരിക്കും. പത്തനംതിട്ട ബൈബിൾ കോളേജില് ഞങ്ങൾ പരസ്യയോഗത്തിന് പോയി. സ്റ്റുഡൻസിനെയും കൊണ്ട് പരസ്യയോഗത്തിന് പോയപ്പോൾ നമ്മുടെ അന്ന് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അന്ന് പ്രസംഗിച്ചു. സുരേഷ് എന്ന് പറയുന്ന ഒരു ബ്രദറാണ്. പരസ്യമൊക്കെ കഴിഞ്ഞ്
ബൈബിൾ കോളേജ് തിരിച്ചു വന്നപ്പോൾ ഒരു സ്റ്റുഡന്റ്, മലയാളിയാണ്, നോർത്ത് ഇന്ത്യയിൽ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഇന്നാ രക്ഷിക്കപ്പെട്ടത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞ് സഭയിൽ നിന്ന് ലെറ്റർ അയച്ചതെന്ന് നമ്മൾ സ്വീകരിച്ച ഒരു സ്റ്റുഡന്റാണ്. സാറേ ഇന്ന് സുരേഷ് സഹോദരൻ വചനം പ്രസംഗിച്ചപ്പോഴാ ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചത് എന്നോട് പറയാനായിട്ട് ഇടയായി. OM ശ്യാമൽ സാറ് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. കോട്ടയം ഭാഗത്തു നിന്ന് നമ്മുടെ ഒരു സഹോദരൻ, പ്രായമുള്ള ഒരു സഹോദരൻ, ഒരു സഭയുടെ മൂപ്പനാണ്. അദ്ദേഹം സാറിനെ വിളിച്ചിട്ട് മാവേലിക്കര സാറിന്റെ വീട്ടിൽ വന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറേ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ട് സാർ എന്നെ രഹസ്യമായിട്ട് സ്നാനപ്പെടുത്തും, ഞാൻ തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, സ്നാനം രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ബ്രദർ പോയി ബ്രദറിന്റെ സഭയെ പറ, എന്നിട്ട് അവരെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് സ്നാനപ്പെടുത്താമെന്ന്. ഇതുപോലൊരു യോഗത്തിൽ ഞാൻ കുമ്പനാട് സൈഡിൽ സംസാരിച്ചപ്പോൾ വർഗീസ് കുര്യച്ചാൻ അവിടെ ഉണ്ടായിരുന്നു, കോട്ടയം. ഒരു അച്ചാൻ എന്നോട് പറഞ്ഞു, ഈ പുള്ളി അച്ചാനെ പോയി ഇതുപോലെ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു, രഹസ്യം സ്നാനപ്പെടുത്തണം. ഒന്ന് ശോധന ചെയ്യുക, അത് നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ? നമ്മൾ സൺഡേ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ സൺഡേ സ്കൂൾ ടീച്ചർ സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞ് രക്ഷയ്ക്കൊരു ആഹ്വാനം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച മകൻ അല്ലെങ്കിൽ മകൾ, ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകരും കർത്താവുമായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുമ്പോൾ അടുത്തിരിക്കുന്ന അതേ ക്ലാസ്സിലെ കുട്ടി, വേണ്ട അവന് തീരുമാനമെടുത്തു, രക്ഷിക്കപ്പെട്ടു, ഞാനും എടുത്തില്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് കരുതുമെന്ന് പറഞ്ഞ ഉടനെ രക്ഷിക്കപ്പെടാത്ത, പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടാകാത്ത, മാനസാന്തരപ്പെടാത്ത വ്യക്തിയും കൈപൊക്കും, പിന്നീട് സ്നാനപ്പെടും. ഇനി ചിലരുണ്ട്, കല്യാണപ്രായമാകുമ്പം സ്നാനപ്പെട്ടില്ലെങ്കിൽ പെണ്ണിനെ കിട്ടുമോ, സ്നാനപ്പെട്ടില്ലെങ്കിൽ ചെറുക്കനെ കിട്ടുമോ? ആലോചന വരുമ്പോൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, സ്നാനപ്പെട്ട് കൂട്ടായ്മയിലുള്ള പെണ്ണാണോ ചെറുക്കനാണോ? അല്ലെന്ന് കേട്ടാലേ വീട്ടുകാര് ചിന്തിക്കുക എന്തോ സാരമായ പ്രശ്നമുണ്ട്, അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് പല സഭകളിലും പ്രായമുള്ള സഹോദരന്മാർ അല്ലെങ്കിൽ സുവിശേഷകന്മാർ, ചിലയിടത്ത് മൂപ്പന്മാർ വിളിച്ചു പറയും, നീ എഴുന്നേറ്റങ്ങ് സാക്ഷ്യം പറ, ഞങ്ങളങ്ങ് സ്നാനപ്പെടുത്താം. അത് കല്യാണത്തിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ് സ്നാനപ്പെട്ടവർ നമ്മുടെ സഭകളിലുണ്ട്. ഇനി ബ്രദർ സഭയിൽ പോയാൽ എവിടാ? സഭയിൽ പോയി അവിടെ കൂടിയാൽ പെങ്കൊച്ചിന്റെ കല്യാണമൊക്കെ അവര് നടത്തിത്തരും, വീടൊക്കെ വെച്ചു തരും, മാസം തോറും സഹായിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞ് സ്നാനപ്പെട്ട് കൂട്ടായ്മയിലുള്ളവർക്ക് ചിലടത്തൊക്കെ ഉണ്ട്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് എന്താ? പ്രാകൃതൻ, ജഡീയൻ, ആത്മീയൻ. അവസാനം പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താ? വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് അവസാനം നരകത്തിലേക്ക് പോയാൽ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവിടെ പോകും, നരകത്തിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പ്രസംഗം കേൾക്കുന്ന സന്ദർഭത്തിൽ, സഭയിലാണെങ്കിലും സുവിശേഷ യോഗമാണെങ്കിലും, പ്രസംഗിക്കുന്ന ദൈവദാസൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കും, ജോൺഷാ നീ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്? ഈ വചനം നീ നിന്റെ ജീവിതത്തിൽ അനുസരിക്കുന്നുണ്ടോ? ഇനി സുവിശേഷ യോഗത്തിൽ ഒരു ആഹ്വാനം തരുമ്പോൾ ഞാൻ ചോദിക്കും, ജോൺഷാ നീ ഇങ്ങനെയാണോ രക്ഷിക്കപ്പെട്ടത്? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മോട് ആ ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. കാരണം രക്ഷിക്കപ്പെട്ടെന്ന് കരുതി ജീവിച്ച് അവസാനം നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ടല്ലേ, വേടൻ വരും. കള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തീറ്റി അന്വേഷിച്ച് പോകുകയാ, വേടൻ വരും, പയറുമണി ഇതറും,
കെണി ഒരുക്കും. നിങ്ങൾ അങ്ങോട്ട് പോയി അതൊന്നും കൊത്തി തിന്നരുത്, നിങ്ങൾ പറന്ന് വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോണമെന്ന് പറഞ്ഞിട്ട് അമ്മപ്പച്ചി ഭക്ഷണം തേടാൻ പോയി. പറഞ്ഞതുപോലെ തന്നെ വേടം വന്നു, പയറുമണി വിതറി, കെണി ഒരുക്കി. കുഞ്ഞുങ്ങൾ കുറച്ചു നേരമൊക്കെ മസിൽ പിടിച്ചു നിന്നു. പിന്നെ പതുക്കെ 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 ചെന്ന് കൊത്തി തിന്നാൻ തുടങ്ങി. വേടൻ കെണി വലിച്ചു. എല്ലാം വേടന്റെ സഞ്ചിയിലായി. അതിനെ തോളത്ത് തൂക്കിയിട്ട് വേടൻ വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പാടുകയാ, വേടൻ വരും, വേടൻ വരും, പയറുമണി വിതറും, കെണിയൊരുക്കും, കുഞ്ഞുങ്ങൾ ഞങ്ങൾ പറന്നു പോകും. എവിടെ കിടന്നുകൊണ്ടാ? വേടന്റെ കീശയെ കിടന്നുകൊണ്ട് പാടുകയാ, കുഞ്ഞുങ്ങൾ ഞങ്ങൾ പറന്നു പോകും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയാകരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് ദൂതന്മാർക്ക് വ്യക്തിത്വമുണ്ട്. നമ്മെ പോലെ തന്നെ ദൂതന്മാർക്ക് ബുദ്ധിയുണ്ട്, വികാരമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. നമ്മൾ വചനം വായിക്കുമ്പോൾ ദൂതന്മാർ സംസാരിക്കുന്നു, ദൂതന്മാർ സന്തോഷം അനുഭവിക്കുന്നു, ദൂതന്മാർ വിധേയത്വം തെരഞ്ഞെടുക്കുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകും. മറ്റൊരു സെന്റൻസ് എന്താ? ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷം ഉണ്ടാകും. ദൂതന്മാർ വ്യക്തിത്വമുള്ളവരാണ്. അവർക്ക് ബുദ്ധിയുണ്ട്, വികാരമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. മറ്റൊന്ന്, ദൂതന്മാർക്ക് അമർത്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൂതന്മാർ മരിക്കുന്നില്ല. ലൂക്കോസ് 20:34 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. ദൂതന്മാർക്ക് മരിപ്പാൻ കഴിയുകയില്ല. അതിന് ഈ വാക്യം നമുക്ക് തെളിവായിട്ട് എടുക്കാം. മരിക്കുന്നില്ല. മാത്രമല്ല, ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, മക്കളെ ജനിപ്പിക്കുന്നില്ല. അതും ഈ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി 22:30 കൂടെ വായിക്കാം. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. ദൂതന്മാർക്ക് വ്യക്തിത്വമുണ്ട്, ദൂതന്മാർ മരിക്കുന്നില്ല, ദൂതന്മാർക്ക് വിവാഹമില്ല, ദൂതന്മാർ മക്കളെ ജനിപ്പിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൂതന്മാർ എണ്ണമറ്റവരാണ്. എബ്രായ ലേഖനം 12:22 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. ഇവിടെ വായിക്കുന്നത് അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. അവരെണ്ണമറ്റവരാണ്. അടുത്തതായിട്ട് പ്രത്യേക വിഭാഗങ്ങൾ. ദൂതന്മാരുടെ കൂട്ടത്തിൽ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇംഗ്ലീഷിൽ ആർക്കേഞ്ചൽ എന്ന് പറയും. ആർക്കേഞ്ചൽ, പ്രധാന ദൂതൻ. യൂദ 9 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. അധികാരമുള്ളവനാ. എന്നാൽ തെറ്റായ ഒരു വാക്ക് തന്റെ നാവിൽ വന്നില്ല എന്ന് ഇവിടെ യൂദ രേഖപ്പെടുത്തിയിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാന ദൂതനായ മിഖായേൽ, മൈക്കൽ ദി ആർക്കേഞ്ചൽ. ഇവിടെ ദൂതന്മാരിൽ ഒരു വിഭാഗമാണ് പ്രധാന ദൂതൻ. മറ്റൊന്ന് കെരൂബുകൾ. അത് ഉൽപ്പത്തി പുസ്തകം 3:24 നമ്മൾ വായിക്കുന്നു. അവിടെ ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞ് ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. കെരൂബുകൾ ദൈവത്തിന്റെ വിശുദ്ധി, പരമാധികാരം,
വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നൽകി ദൈവമാക്കി വച്ചിരിക്കുന്ന ദൂതന്മാരാണ് കെരൂബുകൾ. ഉൽപ്പത്തി 3:24. മറ്റൊന്ന് സറാഫുകൾ, ദൈവത്തെ നിരന്തരം ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്. നമുക്ക് വളരെ പരിചയമുള്ള, പ്രത്യേകിച്ച് ആരാധനാവേളയിലൊക്കെ പലപ്പോഴും നമ്മൾ വായിച്ച് കേൾക്കുന്ന ഒരു ഭാഗമാണ്. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം. ഉഷിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് 2 ചിറക് കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. സറാഫുകൾ നിരന്തരം ദൈവത്തെ ആരാധിക്കുന്നവര്. 4-ാമത് ഗബ്രിയേൽ ദൂതനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചും അതുപോലെ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുമുള്ള പ്രവചന സന്ദേശങ്ങൾ ശക്തിയായും അതുപോലെ മറിയയും ഒക്കെ അറിയിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഗബ്രിയേൽ ദൂതനെ കുറിച്ച് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സന്ദേശവാഹകനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസ് 1:26-27 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. അത്യാവശ്യം ദൂതന്മാരെ കുറിച്ചുള്ള ഒരു ആമുഖം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കിട്ടി. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ തുറന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ നമ്മളൊക്കെ ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയാകട്ടെ. അപ്പോൾ തന്നെ ഇന്ന് ദൈവം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത്, ഞാൻ ആരാ? ഞാൻ പ്രാകൃതനോ ദ്വിതീയനോ ആത്മീയ? ഒന്ന് ചിന്തിക്കുക, ഒന്ന് പരിശോധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നു.